കഴിഞ്ഞ ആഴ്ച നമ്മുടെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണം എറണാകുളത്തായിരുന്നു. അപ്പോൾ നമുക്ക് എളുപ്പം പോകാനായിട്ട് ട്രെയിനാണ്. രാവിലെ നേരത്തെ ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ട്രെയിനിലാണ് പോണത്. ട്രെയിൻ കുറച്ച് നേരത്തെ കാരണം കൊണ്ട് ഈ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ നേരത്തെ കുത്തിപ്പൊക്കി അണിപ്പിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ. എല്ലാവരും ഒരുമിച്ച് റെഡിയാക്കി നമുക്ക് വീട്ടിൽ നിന്ന് കറക്റ്റ് സമയത്തിന് തന്നെ ഇറങ്ങണമല്ലോ. എന്തോ ഭാഗ്യം കൊണ്ട് ട്രെയിൻ മിസ്സായില്ല, കറക്റ്റായിട്ട് ട്രെയിൻ കിട്ടി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞ് അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ എത്തിയത്. മണ്ഡപത്തിൽ നേരത്തെ എത്തിയ കാരണം കൊണ്ട് മണ്ഡപത്തിൽ വന്നുള്ള ചടങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. കെട്ട് ഒരു അമ്പലത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ നേരെ മണ്ഡപത്തിലേക്ക് വന്നത്. പിന്നെ നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് പെൺകുട്ടിയാണ്, നമ്മൾ പെണ്ണിൻ്റെ വീട്ടുകാരാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ കെട്ടൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ ആണെങ്കിൽ ഒരു ജാതി തിരക്കായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കിട്ടിയ സ്ഥലത്തിരുന്ന് വേഗം ഫുഡ് കഴിച്ചിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ കുരിപ്പിൻ്റെ കൂടെ നിന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്യണേ. ഇവളാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തും കൂടെ വരാതെ നിന്നുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് തിരിച്ച് പാലക്കാടും പോകണം, വന്ന ട്രെയിനിൽ തന്നെ വേണം പോകാനായിട്ട്. അപ്പോൾ ഒരുപാട് സമയമൊന്നും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനില്ല. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഇതേ മുതൽ തന്നെ യാത്രയൊക്കെ വന്നതാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒന്ന് ഫേസ് ഒന്ന് മറയ്ക്കാൻ വേണ്ടി കുറച്ചൊന്ന് അങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നിന്നു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് ടൈമിൽ എത്തിയെന്നുണ്ടെങ്കിലും നമ്മൾ വന്ന് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ട്രെയിൻ വരുന്നത്. അമ്പാടി ആണെങ്കിൽ വേഗം ഒന്ന് ട്രെയിൻ വന്നാൽ കിട്ടിയ ട്രെയിനിൽ കയറിപ്പോകാന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയല്ലോ കേട്ടോ. ഓക്കെ, ബൈ ബൈ.